നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കെ ശൈലജയുടെ ഹമാസ് വിരുദ്ധ പ്രസ്താവന RSS അന്തർധാരയുടെ സൂചനയെന്ന് കെ മുരളീധരൻ MP. തിരുവനന്തപുരത്ത് വീട്ടിലെ പ്രസവത്തിനായി അക്യൂപങ്ക്ചർ എന്ന പേര് ഉപയോഗപ്പെടുത്തുകയായിരുന്നുവെന്ന് അക്യൂപങ്ക്ചർ സയൻസ് അസോസിയേഷൻ. കക്ഷി രാഷ്ട്രീയ ജാതിമത ചിന്തകൾക്കതീതമായി സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. മലബാറിനെ കേരളത്തിലെ പ്രധാന ടൂറിസം കേന്ദ്രമാക്കി മാറ്റുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കെ ശൈലജയുടെ ഹമാസ് വിരുദ്ധ പ്രസ്താവന RSS അന്തർധാരയുടെ സൂചനയാണെന്ന് കെ മുരളീധരൻ MP. ഹമാസിനെ കുറിച്ചുള്ള പാർട്ടി നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്നും MP കോഴിക്കോട്ട് പറഞ്ഞു. അവരുടെ ഹമാസ് വിരുദ്ധ പ്രസ്താവനകളൊക്കെ അതിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം മാർക്സിസ്റ്റ് പാർട്ടി തള്ളിക്കളഞ്ഞ ഒരു കാര്യം അവരിപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുമ്പോൾ അതിലൊരു അന്തർധാര കാണുന്നുണ്ട്. പക്ഷേ ശശി തരൂരും അതേ നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇവിടെ വടകരയിലെ 2 സ്ഥാനാർത്ഥികളിൽ ഹമാസിൻ്റെ കാര്യത്തിൽ ഞാൻ എൻ്റെ പാർട്ടിയുടെ നയത്തിൽ ഉറച്ചു നിൽക്കും. അതൊരു ഭീകരാക്രമണമായിട്ട് പാർട്ടി കരുതുന്നില്ല. കാരണം വർഷങ്ങളായി അടിച്ചമർത്തപ്പെട്ടൊരു ജനതയുടെ വികാരമായിട്ടാണ് ഒക്ടോബർ 15 സംഭവത്തിന് എൻ്റെ പാർട്ടി കാണുന്നത്, ഞാൻ കാണുന്നു. 53 വർഷങ്ങൾക്ക് മുമ്പ് ലീഗുമായിട്ട് സഖ്യമുണ്ടാക്കിയത് എൻ്റെ പിതാവാണ്. അന്ന് ഒരുപാട് അദ്ദേഹത്തിന് കല്ലേറും ഒക്കെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ ജയ കരുണാകരൻ്റെ മകൻ ഒരിക്കലും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനല്ലാതെ ഇതൊരു ശതമാനം പോലും ബ്രേക്ക് ഉണ്ടാവാൻ ഞാൻ അനുവദിക്കില്ല. അത് ഞാൻ കൂട്ടുമുട്ടില്ല. അതുകൊണ്ട് അങ്ങനത്തെ നിങ്ങളുടെ വേവലാതി എനിക്കില്ല. സഖ്യം നിലനിർത്താൻ എന്ത് വിട്ടുവീഴ്ചയും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരുവനന്തപുരത്ത് വീട്ടിലെ പ്രസവത്തിനായി അക്യൂപങ്ക്ചർ എന്ന പേരുപയോഗിച്ച് അന്യായവും പ്രാകൃതവുമായ പ്രവൃത്തി നടപ്പാക്കുകയായിരുന്നു എന്നും അത് അക്യൂപങ്ക്ചർ ചികിത്സാ രീതി അല്ലെന്നും അക്യൂപങ്ക്ചർ സയൻസ് അസോസിയേഷൻ. അക്യൂപങ്ക്ചർ പ്രാക്ടീസിനുള്ള നിയമനിർമ്മാണം നടത്തണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അക്യൂപങ്ക്ചർ ഒരു സയന്റിഫിക് സിസ്റ്റമാണ്. പക്ഷേ ഇവർ ചെയ്യുന്നത് അക്യൂപങ്ക്ചർ അല്ല എന്ന് പറയാൻ കഴിയണം. അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയണം. ഇത് അപകടമാണ്, ഇത് അപകടമാണ്. അക്യൂപങ്ക്ചർ അല്ലാത്തൊരു വൈദ്യശാസ്ത്രം അക്യൂപങ്ക്ചറിന്റെ പേരിൽ പ്രാക്ടീസ് ചെയ്യപ്പെടുമ്പോൾ അതിൽ മരുന്നുകൾ നിർത്താനും ഈ എമർജൻസി ട്രീറ്റ്മെന്റുകളെ പ്രോത്സാഹിപ്പിക്കാനും ഉണ്ടാകുന്ന ആ ഒരു ത്വര, അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റുകൾ പാടില്ല, അടിസ്ഥാനപരമായ ഡയഗ്നോസിസ് ആവശ്യമില്ല, ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ നോളജുകൾ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുകയും വാക്ചാതുര്യം കൊണ്ട് ആളുകളെ പറഞ്ഞ് അതിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തില് നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. അപ്പൊ ഇവിടെ വേണ്ടത് എന്താണ്? ആദ്യം വേണ്ടത് നമ്പർ 1, ഈ കോഴ്സ് പഠനം നിർത്തണം. ഈ അംഗീകാരമില്ലാത്ത അക്യൂപങ്ക്ചറിന്റെ പേരിൽ മറ്റൊരു വൈദ്യശാസ്ത്രം പഠിപ്പിക്കുന്നത് നിർത്തണം. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത്, ഇനിയും പബ്ലിക് ചീറ്റ് ചെയ്യപ്പെട്ടുകൂടാ. അതുകൊണ്ട് പൊതുജനങ്ങൾ അറിയണം ഇത് അക്യൂപങ്ക്ചർ അല്ല എന്നുള്ളത്. ഇത് മാധ്യമങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. കാരണം ആളുകൾ മുഴുവൻ യൂട്യൂബിൽ അഡിക്റ്റ് ആയി കിടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കക്ഷി രാഷ്ട്രീയ ജാതിമത ചിന്തകൾക്കതീതമായി സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. ശ്രീ മേമുണ്ട മഠം നാഗക്ഷേത്രത്തിൽ പൂർത്തീകരിച്ച പ്രവൃത്തികൾ ഭക്തർക്ക് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശ്രീ മേമുണ്ട മഠം നാഗക്ഷേത്രം സമഗ്ര വികസന പദ്ധതികളുടെ ഭാഗമായി പൂർത്തീകരിച്ച പ്രവൃത്തികളുടെ സമർപ്പണം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. സങ്കുചിതമായ ചിന്തകളിലൂടെ കാര്യങ്ങളെ നോക്കിക്കാണരുതെന്ന് മന്ത്രി പറഞ്ഞു. ക്ഷേത്രങ്ങളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നാശോന്മുഖമായ ക്ഷേത്രങ്ങൾ പുനരുദ്ധാരണം ചെയ്യുന്നുണ്ടെന്നും അത് സമൂഹത്തിന് ആവശ്യമാണെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും മന്ത്രി പറഞ്ഞു.
ശ്രീ മേമുണ്ടമഠം നാഗക്ഷേത്രത്തിൽ പണി പൂർത്തീകരിച്ച എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ഔപചാരികമായ ഉദ്ഘാടന കർമ്മം വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും സമ്മതത്തോടും കൂടി നിർവഹിച്ചതായിട്ട് ഞാൻ അറിയിക്കുക. ബോർഡുകളുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സഹായം ചെയ്യാൻ ഗവൺമെന്റ് സന്നദ്ധമാകും എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ചടങ്ങിൽ കെ.പി. കുഞ്ഞമ്മദ് മാസ്റ്റർ എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ നിമിഷ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ഇൻചാർജ് സി ബീന, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ കെ സീമ, രജിത കോളിയോട്ട്, ബ്ലോക്ക് മെമ്പർ സുബീഷ് പുതിയടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാമ്പ്ര. മലബാറിനെ കേരളത്തിലെ പ്രധാന ടൂറിസം കേന്ദ്രമാക്കി മാറ്റുമെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. ഫറോക്ക് പള്ളിത്തറ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ തീർത്ഥാടന ടൂറിസം പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഫറോക്ക് പള്ളിത്തറ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ തീർത്ഥാടന ടൂറിസം പദ്ധതിയുടെ ഉദ്ഘാടനവും കലംകൊള്ളി പടന്ന റോഡ് ഉദ്ഘാടനവും മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ആഭ്യന്തര വളർച്ചയുടെ വലിയൊരു ശതമാനം ടൂറിസം മേഖലയാണെന്നും കേരളത്തിന്റെ ഭാവിയാണ് ടൂറിസം എന്നും അദ്ദേഹം പറഞ്ഞു. ആ നിലയ്ക്ക് കേരളത്തിന്റെ ടൂറിസത്തെ ഇനിയും ഉയർത്തിക്കൊണ്ടുവരുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മതസാഹോദര്യത്തിന് എല്ലാ നിലയിലും പ്രശസ്തമാണ് ആരാധനാലയങ്ങൾ. ഏത് മതവിശ്വാസിയായിക്കൊള്ളട്ടെ, ഹൈന്ദവ മതവിശ്വാസിയായിക്കോട്ടെ, ഇസ്ലാം മതവിശ്വാസിയായിക്കൊള്ളട്ടെ, ക്രൈസ്തവ മതവിശ്വാസിയായിക്കൊള്ളട്ടെ, മറ്റു മതങ്ങളിലുള്ളവരെ സ്നേഹിക്കാനും സാഹോദര്യത്തോടുകൂടി അവരെ ചേർത്ത് പിടിച്ച് ജീവിക്കാനുമാണ് ആഹ്വാനം ചെയ്യുന്നത്. ആരും മറ്റുള്ളവരെ ശത്രുവായി കാണാനോ ആക്രമിക്കാനോ അകറ്റി നിർത്താനോ അന്യമത വിരോധം പ്രചരിപ്പിക്കാനോ പറയുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. ഫറോക്ക് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ.പി. നിഷാദ് അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ പി. ദീപിക, കെ. വിനോദ് കുമാർ, വിനോദസഞ്ചാര വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സത്യജിത്ത് ശങ്കർ, ബേപ്പൂർ ഡെവലപ്മെന്റ് മിഷൻ ചെയർമാൻ എം. ഗിരീഷ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. വർദ്ധിപ്പിച്ച കെട്ടിട നിർമ്മാണ ഫീസ് പുനഃപരിശോധിക്കുക, പാരമ്പര്യ മേസ്ത്രിമാർക്ക് അംഗീകാരം നൽകുക തുടങ്ങിയ ന്യായമായ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ. ഫെബ്രുവരി 27-ന് തെറ്റുണ്ട് തിരുത്തണം എന്ന മുദ്രാവാക്യവുമായി സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. നാദാപുരം മേഖലയിൽ ഒരു ബിൽഡിങ്ങിന്റെ സൺഷെയ്ഡ് വീണ് 2 പേര് മരിച്ചു. ആ മരിച്ച അവിടെ ഈ സൈറ്റ് ഇൻഷുറൻസ് എന്ന പദ്ധതി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നോ എന്തെങ്കിലും ധനസഹായം കിട്ടുമായിരുന്നു. ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന ഒരാൾക്കും ഒരാനുകൂല്യവും കിട്ടാനുള്ള അർഹതയുള്ള കാര്യങ്ങളൊന്നുമില്ല സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ സൈറ്റ് ഇൻഷുറൻസ് എന്നുള്ളത് പ്രധാന ഘടകമാണ്. അതേ സമയത്ത് ഇപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതിഥി തൊഴിലാളികൾ അല്ലെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ, അവർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും ഉണ്ട്. അപ്പം കേരളത്തിലുള്ള മലയാളികളായ നിർമ്മാണ തൊഴിലാളികൾ അല്ലെങ്കിൽ കരാറുകാരായ ഞങ്ങളെ പോലുള്ളവർക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ സഹായവും ലഭിക്കുന്നില്ല എന്നത് ഖേദകരമായ ഒരു അവസ്ഥയാണ്. അംഗീകാര സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് പഞ്ചായത്തിൽ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ പരിധിയിൽ വീടുകൾക്കോ കെട്ടിടങ്ങൾക്കോ അനുമതി കിട്ടുമ്പോൾ അത് ഞങ്ങൾക്ക് അത് ഏറ്റെടുത്ത് നടത്താനുള്ള അവകാശം ഉണ്ടാകണം എന്നുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു.
അഴിമതിക്കാരായ രാഷ്ട്രീയക്കാർ തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്ന് KPCC മുൻ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അക്കാര്യത്തിൽ ഭിന്നതകളില്ലാതെ അവർ പരസ്പരം കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ടു പോവുകയാണെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. KP കേശവ മേനോൻ ഹാളിൽ P ശങ്കരൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് നേതാവും മന്ത്രിയും MP-യുമായിരുന്ന P ശങ്കരന്റെ ചരമവാർഷിക ദിനത്തിൽ DCC അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പൊതുസമൂഹം അഴിമതിയുമായി പുറത്തപ്പെട്ടു കഴിഞ്ഞെന്നും ഇതേക്കുറിച്ച് വേവലാതിയൊന്നുമില്ലാതെയാണ് സമൂഹം നീങ്ങുന്നതെങ്കിൽ അഴിമതി തഴച്ചു വളരുമെന്നതിൽ സംശയമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അഴിമതിയുടെ കാര്യത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അന്തർധാര മുൻപൊരു കാലത്തും കേരളത്തിലുണ്ടായിട്ടില്ല. കേരളത്തിലെ എല്ലാ അഴിമതികളുടെയും പ്രഭവ കേന്ദ്രം പിണറായി വിജയനാണെന്നും എല്ലാ അന്വേഷണ ഏജൻസികളും പിണറായിക്ക് മുന്നിൽ മുട്ടുമടക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്പ്രിംഗ്ലർ അഴിമതി, ഡിപ്ലോമാറ്റിക് ബാഗേജിൽ കൂടെ സ്വർണ്ണക്കടത്ത് നടത്തിയ കേസ്, ലൈഫ് മിഷൻ, AI ക്യാമറ, ഡിസ്റ്റിലറി ആൻഡ് ബ്രൂവറി, ഏറ്റവും ഒടുവിൽ എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനി, ആ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള മാസപ്പടി കേസ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം ഇവിടെ വന്നിരിക്കുന്നു, അന്വേഷിക്കുന്നു എന്നാണ് പറഞ്ഞത്. എനിക്ക് നാണം തോന്നുന്നു. ഈ കേന്ദ്ര അന്വേഷണ ഏജൻസിയെ കുറിച്ചൊക്കെ തന്നെ വലിയ അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. അതിലെ പ്രഗത്ഭന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെയും അവരുടെ പ്രാഗൽഭ്യത്തെക്കുറിച്ച് അവരുടെ അന്വേഷണ കൗശലത്തെക്കുറിച്ചൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് എനിക്കറിയാം. പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അവർ 2-3 വർഷമായിട്ട് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് കേസുകൾ അന്വേഷിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കേസിന് ഒരു തുമ്പുണ്ടാക്കാൻ അവർക്ക് സാധിച്ചോ എന്ന് ചോദിച്ചാൽ അവർക്ക് സാധിക്കുമായിരുന്നു. പക്ഷെ അവർക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കേണ്ട സ്വാതന്ത്ര്യം കൊടുക്കാതെ അവരുടെ വായ മൂടിക്കെട്ടി അവരുടെ കൈകൾ വരിഞ്ഞു കെട്ടിയിട്ടാണ് ഈ നാട് ഭരിക്കുന്ന ഭരണാധികാരികൾ മുന്നോട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ എന്താണ് ഇന്നത്തെ രാഷ്ട്രീയ ചിത്രമെന്ന് നമ്മൾ ഓർക്കണം. P ശങ്കരൻ അനുസ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരം മുൻ MLA-യും ഗുരുവായൂർ ദേവസ്വം ബോർഡ് മുൻ ചെയർമാനുമായിരുന്ന TB ചന്ദ്രമോഹന് അദ്ദേഹം സമ്മാനിച്ചു. DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ അധ്യക്ഷനായിരുന്നു. MK രാഘവൻ MP, സത്യൻ കടിയങ്ങാട്, PM നിയാസ്, KC അബു തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചിത്രാഞ്ജലി 37ാമത് അഖില കേരള നഴ്സറി കലോത്സവം ഫെബ്രുവരി 28-നും 29-നും തളി ജൂബിലി ഹാളിലെ PVG നഗറിൽ നടക്കും. കലോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ മിലി മോണി പറഞ്ഞു. 37ാമത് അഖില കേരള നഴ്സറി കലോത്സവം ഈ ഫെബ്രുവരി 28-29 ദിവസങ്ങളിലായിട്ട് കോഴിക്കോട് ജൂബിലി ഹാളിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. അതിൻ്റെ ഓർഗനൈസിംഗ് കമ്മിറ്റി മീറ്റിംഗ്, അതിൻ്റെ രൂപീകരണം, തുടർന്ന് അതിൻ്റെ പ്രവർത്തനം എങ്ങനെ എന്നുള്ളതെല്ലാം ഈ കഴിഞ്ഞ ദിവസം മലബാർ പാലസിൽ വെച്ചിട്ട് നടത്തുകയുണ്ടായി. ഇത് അഖില കേരള പരിപാടിയാണ്. അതായത് നഴ്സറി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കലോത്സവം. കേരളം ഒട്ടാകെയുള്ള എല്ലാ പിള്ളേർക്കും ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. ഗീതാഞ്ജലി, രാഗാഞ്ജലി, പുഷ്പാഞ്ജലി, വർണ്ണാഞ്ജലി എന്നീ 4 വേദികളിലായി 17 ഇനം മത്സരങ്ങളാണ് നടക്കുന്നത്. കഥ പറയൽ ഇംഗ്ലീഷ് മലയാളം, ആംഗ്യപ്പാട്ട് ഇംഗ്ലീഷ് മലയാളം, പദ്യം ചൊല്ലൽ ഇംഗ്ലീഷ് മലയാളം, സംഘഗാനം ഇംഗ്ലീഷ് മലയാളം, ഏകാഭിനയം, പ്രച്ഛന്നവേഷം, സോളോ ഡാൻസ്, സംഘനൃത്തം, ലളിതഗാനം, സിനിമാറ്റിക് ഡാൻസ് ഗ്രൂപ്പ്, സോളോ ഡാൻസ്, ഒപ്പന, ദേശഭക്തി ഗാനം എന്നീ ഇനങ്ങളിലാണ് മത്സരങ്ങൾ. അംഗനവാടികൾ, നഴ്സറികൾ, LKG, UKG ക്ലാസുകൾ എന്നിവിടങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ മത്സരത്തിൽ പങ്കെടുക്കുവാൻ അർഹതയുള്ളൂ. പ്രസിഡന്റ് KA നൌഷാദ്, ജനറൽ സെക്രട്ടറി K ത്രിദീപ് കുമാർ, ട്രഷറർ TC ബസന്ത്, സ്വാഗത സംഘം ചെയർമാൻ PV ചന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ മിലി മോണി, ജനറൽ കൺവീനർ P രാധാകൃഷ്ണൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ചിത്രാഞ്ജലി നഴ്സറി കലോത്സവം സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. താലൂക്ക് ദുരന്ത നിവാരണ സേന TDRF ഫെബ്രുവരി 28-ന് പ്രഖ്യാപിക്കും. സേനയുടെ പ്രഖ്യാപനം ഫെബ്രുവരി 28-ന് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടക്കും. 135 വളണ്ടിയർമാരാണ് പരിശീലനത്തിന് ശേഷം പുറത്തിറങ്ങുന്നത്. ചടങ്ങിൽ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും. പ്രളയ ദുരന്ത സമയത്ത് രൂപീകൃതമായ താലൂക്ക് ദുരന്ത നിവാരണ സേന TDRF അത് കോഴിക്കോട് ജില്ലയിൽ അതിന്റെ പ്രഖ്യാപന സമ്മേളനം നടത്തുകയാണ് ഈ വരുന്ന 28-ാം തീയതി നളന്ദ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 4 മണിക്ക്. അപകടമുക്ത നാട്, അപകടമുക്ത കോഴിക്കോട് എന്ന ലക്ഷ്യവുമായി വിവിധ തരം പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്താൻ ആഗ്രഹിച്ചിട്ടുള്ളത്. 500ഓളം ആളുകൾക്ക് നിലവിൽ പരിശീലനം നൽകുകയും അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 135 വളണ്ടിയർമാർക്ക് യൂണിഫോം വിതരണവും കോഴിക്കോടിന്റെ സേനയായി നമ്മളുടെ
പ്രവർത്തനം ആരംഭിക്കുന്ന ഒരു ദിവസവും കൂടിയാണ് വരുന്ന 28-ാം തീയതി. ബഹുമാന്യനായ IG കെ സേതുരാമൻ IPS ആണ് നാടിനു വേണ്ടി സമർപ്പിക്കുന്നത്. ഈ ഒരു സന്നദ്ധ സേന പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ നാടിന്റെ വലിയൊരു പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. സർക്കാർ സംവിധാനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് TDRF ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വുമൺസ് ഓൺ വീൽസ് പദ്ധതിയിൽ നാഷണൽ NGO കോൺഫെഡറേഷൻ ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. ഡെപ്യൂട്ടി കളക്ടർ ഷാമിൽ സെബാസ്റ്റ്യൻ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ബേബി കിഴക്കേ ഭാഗം അധ്യക്ഷത വഹിച്ചു. വുമൺസ് ഓൺ വീൽസ് പദ്ധതിയിൽ നാഷണൽ NGO കോൺഫെഡറേഷൻ 1000 ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. 1,20,000 രൂപ വിലയുള്ള ഹോണ്ട ആക്ടീവ ഇരുചക്ര വാഹനം 50% സബ്സിഡിയോടെ 56,000 രൂപയ്ക്കാണ് വനിതകൾക്കായി നൽകുന്നത്. അഡ്വക്കേറ്റ് രാമൻകുട്ടി മേനോൻ മെമ്മോറിയൽ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഡെപ്യൂട്ടി കളക്ടർ ഷാമിൻ സെബാസ്റ്റ്യൻ വിതരണോദ്ഘാടനം നടത്തി. അപ്പൊ നമുക്കറിയാം, മിക്കവരും ജോലിക്ക് പോകുന്ന അമ്മമാര് പലരും രാവിലെ എണീറ്റ് 2 മണിക്കൂർ, അരമണിക്കൂർ ദൂരം ഉണ്ടാവുള്ളൂ. പക്ഷെ രാവിലെ എണീറ്റ് ബസ്സിൽ പോയി കുറെ നേരം നിന്നും കഷ്ടപ്പെട്ട് ജോലിക്ക് പോയി തിരിച്ചു വന്ന് വീണ്ടും ഈ ബസ്സിലുള്ള യാത്രയെ കഷ്ടപ്പെട്ട് തിരിച്ചെത്തുമ്പോൾ ഒരുപാട് അത് കണ്ട് വീണ്ടും വീട്ടിലെ ജോലികളൊക്കെ ചെയ്യേണ്ട ഒരു സ്ഥിതിയാണ് പല വീടുകളിലും ഉള്ളത്. അപ്പോൾ പലപ്പോഴും നമുക്ക് ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു ശരാശരി വ്യക്തിക്ക് നമ്മുടെ നാട്ടിലുള്ള ചെറിയ ചെറിയ സ്വപ്നങ്ങൾ, ഒന്നൊരു ജോലി, പിന്നെ ഒരു ചെറിയ വീട്, പിന്നെ ഒരു ചെറിയ വാഹനം. ഇതൊക്കെ ഒരുതപ്പെട്ട എല്ലാവർക്കും ഉള്ള ചെറിയ ചെറിയ സ്വപ്നങ്ങളാണ്. നാഷണൽ NGO കോൺഫെഡറേഷൻ ദേശീയ കൌൺസിൽ അംഗം ബേബി കിഴക്കേ ഭാഗം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. NGO കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി മോഹൻ കോട്ടൂർ ആമുഖ പ്രഭാഷണം നടത്തി. ജില്ലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഷാമിൻ സെബാസ്റ്റ്യനെ ജവഹർ നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധി ആനി ബേബിയും ഉണ്ണികുളം മഹിളാ സമാജം പ്രസിഡന്റ് രുക്മിണി ടിയും ചേർന്ന് പൊന്നാടയണിയിച്ച് ആദരിച്ചു. 200ഓളം വനിതകൾക്ക് 2 വീലർ നൽകി. ഷാമിൻ സെബാസ്റ്റ്യൻ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. NGO സംഘടനയുടെയും ഈ അവയർനെസ് ഏജൻസിയുടെയും ഒരു സഹായത്തോടു കൂടി ഒരു പുതിയ വണ്ടി വാങ്ങിക്കാനും എൻ്റെ സ്വപ്നത്തിലേക്ക് എനിക്ക് ജീവിത രീതികളിൽ തന്നെ മാറ്റം വരുത്താനും എന്നെ ഒരുപാട് സഹായിച്ച ഈ NGO സംഘടനയ്ക്കും അതോടൊപ്പം അവയർ ഏജൻസിക്കും ഞാൻ നന്ദി പറയുകയാണ്. ജവഹർ നഗർ റെസിഡൻസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സെയ്ദ് ഹാരിസ്, കെയർ ഡയറക്ടർ ജോബി ആന്റണി, ജവഹർ നഗർ റെസിഡൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി VK വിജയൻ, ഉണ്ണികുളം മഹിളാ സമാജം പ്രസിഡന്റ് രുക്മിണി ടി തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ത്യാഗരാജ ആരാധന ട്രസ്റ്റ് കോഴിക്കോട്ട് നടത്തുന്ന 44ാമത് ത്യാഗരാജ ആരാധനോത്സവം ഫെബ്രുവരി 28 മുതൽ മാർച്ച് 3 വരെ പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ നടക്കും. 5 ദിവസങ്ങളിലായി കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള നിരവധി സംഗീതജ്ഞർ പങ്കെടുക്കുമെന്ന് ട്രസ്റ്റ് പ്രവർത്തകർ പറഞ്ഞു. കോഴിക്കോട്ടിലും ശ്രീ പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ ഈ വരുന്ന 28-ാം തീയതി മുതൽ 3-ാം തീയതി മാർച്ച് വരെ ത്യാഗരാജോത്സവം ആഘോഷിക്കുന്നതാണ്. പഞ്ചരത്നകൃതി ആലാപനമാണ് അതിൽ മുഖ്യമായിട്ടും നടന്നു വരുന്നത്. പഞ്ചരത്നകൃതി 29-ാം തീയതി രാവിലെ 9:30 മണിക്ക് എല്ലാ സംഗീത വിദ്വാൻമാരും വിദൂഷികളും ചേർന്ന് ഒന്നായിട്ട് ആലപിക്കുന്നതായിരിക്കും. അതിൽ ത്യാഗരാജസ്വാമി ഗണരാഗ പഞ്ചരത്ന കൃതികളാണ് അതിൽ മുഖ്യമായും 5 കൃതികളും ഉള്ളത്. ഈ 5 ദിവസ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഡോക്ടർ വാഗീഷ്, അദ്ദേഹം ട്രിച്ചി ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റേഷൻ ഡയറക്ടറേറ്റ് നിർമ്മിച്ച ആളാണ് ഡോക്ടർ വാഗീഷ്. അദ്ദേഹമാണ് ഇനോഗ്രേഷൻ, അദ്ദേഹത്തിന്റെ ഇതാണ്. ഡോക്ടർ വാഗീഷിന്റെ കച്ചേരി അന്ന് രാത്രി 7 മുതൽ 9 മണി വരെ അദ്ദേഹത്തിന്റെ സംഗീത കച്ചേരി ഉണ്ടായിരിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള എഡ്യൂക്കേഷൻ കൌൺസിൽ കോൺവോക്കേഷൻ വിതരണം ചെയ്തു. എഴുത്തുകാരൻ ഡോക്ടർ NM സണ്ണി ഉദ്ഘാടനം നിർവഹിച്ചു. മോണ്ടിസോറി പ്രീ പ്രൈമറി TTC അധ്യാപികമാർക്കായാണ് കോൺവോക്കേഷൻ സംഘടിപ്പിച്ചത്. കേരള എഡ്യൂക്കേഷൻ കൌൺസിൽ മോണ്ടിസോറി പ്രീ പ്രൈമറി TTC അധ്യാപികമാർക്കുള്ള കോൺവോക്കേഷൻ സംഘടിപ്പിച്ചു. കോഴിക്കോട് വേദി ഓഡിറ്റോറിയത്തിൽ എഴുത്തുകാരനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാഷണൽ സർവീസ് സ്കീം എംപാനൽഡ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോർഡിനേറ്ററുമായ ഡോക്ടർ NM സണ്ണി കോൺവോക്കേഷൻ വിതരണം ചെയ്തു. പല സന്ദർഭങ്ങൾക്കുണ്ട്. വളരെ വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിൽ ജീവിച്ചു വരുന്ന ഒരു കുട്ടി ഒരുപക്ഷെ അതിന്റെ ഭക്ഷണക്കുറവ് കൊണ്ടോ പരിചരണക്കുറവ് കൊണ്ടോ അതിന്റെ വിദ്യാഭ്യാസത്തിൽ
പരിമിതികളുണ്ടായിരുന്നു. ഈവൻ സമയത്തിന് വിലക്കുള്ള ഗുളിക മരുന്ന് കൊടുത്തില്ലെങ്കിൽ പോലും ആ കുട്ടിയുടെ ക്യാരക്ടറിനെയും കരിയറിനെയും സ്വഭാവത്തെയും അത് ബാധിക്കും. അങ്ങനെയുള്ളവരെയാണ്, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയാണ് നിങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ദർശനം സാംസ്കാരിക വേദി സെക്രട്ടറി എം എ ജോൺസൺ അധ്യക്ഷനായിരുന്നു. ഡയറക്ടർ സതീശൻ കൊല്ലറയ്ക്കൽ, അക്കാഡമിക് കൗൺസിൽ ചെയർമാൻ രതീഷ് കുമാർ KR, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രജിത MR തുടങ്ങിയവർ സംസാരിച്ചു. മാസ്റ്റർ ട്രെയിനർ ഷാജി അധ്യാപക വിദ്യാർത്ഥിനികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. ഒഴുകിയില്ലാതെ വെള്ളം ഒഴുകിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ചിന്തയാവും. ഉറപ്പല്ലേ? ഒഴുകിയിട്ടില്ലെങ്കിൽ അത് ചിന്തയാവും. കെട്ടിക്കിടന്നത് മാലിന്യമാകുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയാവണം എന്നുള്ളതാണ് അടുത്തത്. ഒഴുകാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ നമ്മൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുക എന്നൊക്കെ നേരത്തെ ആരും സൂചിപ്പിച്ച് നോക്കാൻ നമ്മൾ ചേർത്ത് വെക്കണം. പുതിയ 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 കാര്യങ്ങളിലേക്ക് നമ്മുടെ കണ്ണ് തുറക്കണം, അല്ലെ? കുറച്ചും കൂടി വ്യക്തതയുള്ള ആഴങ്ങളിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലേക്ക് മനസ്സിലേക്ക് നോക്കാൻ നമുക്ക് പറ്റണം. കുട്ടികളടക്കം, കുട്ടികൾ മാത്രമല്ല, കൊണ്ടുവരുന്ന അപ്പൻ അമ്മ, അല്ലെ, എല്ലാവരുടെയും അവരുടെ ഹൃദയവിചാരങ്ങളെ അളക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ തരത്തിലുള്ള സ്റ്റേഷനുകളിലേക്ക് ഒരു പുഴ എന്ന ഏകതത്തോട് ചേർന്ന്, രൂപകത്തോട് ചേർന്ന് വളരാൻ നമുക്ക് പറ്റുമെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. വാശിയേറിയ പോരാട്ടത്തിൽ ഫോറസ്റ്റ് 11 ചാമ്പ്യന്മാരായി. ഫൈനലിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് കാലിക്കറ്റ് പ്രസ് ക്ലബിനെയാണ് അവർ കീഴടക്കിയത്. ജില്ലാ തെരഞ്ഞെടുപ്പ് സ്വീപ് സെല്ലിന്റെ നേതൃത്വത്തിലാണ് സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത്. ജില്ലാ കളക്ടറുടെയും സിറ്റി പോലീസ് കമ്മീഷണറുടെയും ഉൾപ്പെടെ കളക്ടേഴ്സ് 11, ഫോറസ്റ്റ് 11, കമ്മീഷണറേഴ്സ് 11, കാലിക്കറ്റ് പ്രസ് ക്ലബ് 11 എന്നീ 4 ടീമുകളാണ് കോർപ്പറേഷൻ EMS സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ പങ്കെടുത്തത്. വാശിയേറിയ പോരാട്ടമാണ് ടീമുകൾ കാഴ്ചവെച്ചത്. ബൂട്ടണിഞ്ഞ് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ എന്നിവർക്ക് പുറമെ സബ് കളക്ടർ ഹർഷിൽ ആർ മീണ, അസിസ്റ്റന്റ് കളക്ടർ പ്രതീക് ജെയിൻ, ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർമാരായ ആഷിഖ് അലി യു, ജോഷിൽ എം, പ്രസ് ക്ലബ്ബ് ഭാരവാഹികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ മൈതാനത്തിറങ്ങി. ഫുട്ബോൾ മത്സരം ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് കളക്ടർ പ്രതീക് ജെയിൻ അധ്യക്ഷത വഹിച്ചു. സബ് കളക്ടർ DFOമാർ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, പ്രസ് ക്ലബ്ബ് പ്രതിനിധികൾ തുടങ്ങിയവരും സംസാരിച്ചു. സ്വീപ്പ് അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ഹനസ് വി, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ഡോക്ടർ ശീതൽ G മോഹൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മത്സരത്തിൽ ചാമ്പ്യന്മാരായ DFOയുടെ നേതൃത്വത്തിലുള്ള ഫോറസ്റ്റ് 11 കാമറൂൺ ഫുട്ബോൾ താരം അമിനവ് ബൌബ സമ്മാനം നൽകി. പുതിയ വോട്ടർമാരും മത്സര വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്തു. സ്പോർട്സ് കൗൺസിലിന്റെയും നഗരത്തിലെ സ്വകാര്യ സ്ഥാപനത്തിന്റെയും സഹകരണത്തോടെയാണ് മത്സരം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ 5 കോടി രൂപയുടെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് പ്രവർത്തന സജ്ജമായി. പ്ലാന്റിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 27-ന് മന്ത്രി MB രാജേഷ് നിർവഹിക്കും. ഭൂഗർഭ അറകൾ ഉൾപ്പെടെ 4 നിലകളിലായാണ് നിർമ്മാണം പൂർത്തിയാക്കിയതെന്ന് ആശുപത്രി സാരഥികൾ പറഞ്ഞു. എയറോബിക് ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. അതിന് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് MBBR എന്നുള്ളതാണ്. അതിൻ്റെ ഈ ഒരു പ്ലാന്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പരിസ്ഥിതി കൺസൾട്ടൻറ്റ് തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഡോക്ടർ R ജയചന്ദ്രനാണ്. ഇത് സംസ്കരണവും ആശുപത്രിയുടെ ആവശ്യത്തിന് തന്നെ പുനരുപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുമാണ് ഇത് ഈ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ളത്. ആവശ്യത്തിന് അതിൻ്റെ 50% ഹോസ്പിറ്റലിലെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന രീതിയിലാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KK ശൈലജയുടെ ഹമാസ് വിരുദ്ധ പ്രസ്താവന RSS അന്തർധാരയുടെ സൂചനയെന്ന് K മുരളീധരൻ MP. തിരുവനന്തപുരത്ത് വീട്ടിലെ പ്രസവത്തിനായി അക്യൂപങ്ക്ചർ എന്ന പേര് ഉപയോഗപ്പെടുത്തുകയായിരുന്നുവെന്ന് അക്യൂപങ്ക്ചർ സയൻസ് അസോസിയേഷൻ.
കക്ഷി രാഷ്ട്രീയ ജാതിമത ചിന്തകൾക്കതീതമായി സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. മലബാറിനെ കേരളത്തിലെ പ്രധാന ടൂറിസം കേന്ദ്രമാക്കി മാറ്റുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.